കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം. ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലോ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം, ആ സ്ത്രീ ഏറ്റെടുക്കണം. അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ. പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാണ് നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്താ ചെയ്യാത്തത്? എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടും എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും ഇല്ലേ? പോയിട്ടില്ലേ? അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ? ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എന്തെങ്കിലും ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊരു സ്ത്രീയല്ലേ? പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ഇനി ആരിനി എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ചോദിച്ചോട്ടെ, ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളിയെ വിമർശിച്ചുണ്ടോ? പോലീസ് തെണ്ടിയുന്നോ, ഹണി റോസിന് തിരിച്ചടിയുന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തു? സ്ത്രീകൾക്ക് പരിചയ കൊടുക്കണം, വാളുകളാകരുത്. നമ്മുടെ സംസ്ഥാനത്ത് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഉള്ളതുപോലെ തന്നെ പുരുഷ കമ്മീഷനും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം കേരള മെൻസ് അസോസിയേഷനും അതുകൂടാതെ രാഹുൽ ഈശ്വറും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താൻ തീരുമാനിക്കുകയാണ് ഇപ്പോൾ മെൻസ് അസോസിയേഷനും അതുകൂടാതെ രാഹുൽ ഈശ്വറും ഉൾപ്പെടെയുള്ള ആൾക്കാർ. നാളെ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ആരംഭിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വറും അതുകൂടാതെ മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും നടിയും സീരിയൽ താരവുമായ പ്രിയങ്കയും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ 2025 എന്നാണ് ഇതിൻ്റെ പേര്. ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് MLA ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട്. സ്പീക്കറുടെയും നിയമവകുപ്പിൻ്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും. ജനുവരി 30 മുതൽ കേരളത്തിലുടനീളം AKMA പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് മാഡത്തിലേക്ക് നമുക്ക് വരാം. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല. ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും, അത് വെറുതെ പറച്ചിലല്ല, മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല, പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത്, ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത്. എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ, യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മളൊരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം, ഒരുപാടൊന്നുമില്ല, ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തി, സ്പീക്കറിൻ്റെ മുമ്പിലേക്ക് എത്തി, സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ 100% അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലാണ് ആദ്യമായി യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. വൺ ഓഫ് ദി ഫസ്റ്റ്, ശരിക്കും രണ്ടാമതാണ്, വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ആ യുവജന കമ്മീഷൻ്റെ ഭാഗമായിരുന്നു ഞാൻ. യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ്. അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് നാളെ ജനുവരി 30 AKMA അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കും. ഒരു മാസത്തിനകം എല്ലാ MLA-മാരെയും MP-മാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത്. സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പലർക്കും ഞങ്ങൾ സന്ദേശം മറ്റും അയച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് അറിയില്ല. അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും. കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിൻ്റെ ആശയം. പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ്. സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമപരിരക്ഷയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ്. അവസാനം ഒരു വരി കൂടെ പറഞ്ഞു നിർത്തിയാൽ 53.2%
ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് BBC അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 100 കേസ് വരുമ്പോൾ 53.2% അത് BBC-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ്. അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എൻ്റെ കേസിലുണ്ടായി. ഹൈക്കോടതി വിധിയുടെ ഹൈക്കോടതി ഒരു ഉപദേശവും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചാണ്. അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ. അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്, പക്ഷേ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം. ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി, യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ AM ഷാജർ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും. കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത്. നല്ല മാതൃകയാണ്. ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കും. നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ 4ാം തൂണാണ്, അല്ലെങ്കിൽ 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ. നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോൾ നടത്തണം. പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ? എനിക്ക് ഉറപ്പുണ്ട് 80 മുതൽ 90% ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ്, കാലത്തിൻ്റെ ചുവരെഴുത്താണ്. ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു. ഈ വിഷയം കൂടെ പറഞ്ഞു. ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ 7 മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ട് കിടക്കുക. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുട്ടിക്കൽ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് സെറീനയാണ്. അവരോട് പല ദിവസങ്ങളിലായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോവുകയും ചെയ്യുകയാണ്. എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്തത്. അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ പ്രിയങ്ക മാഡത്തെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വരണം, ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ത്രീകൾ മാത്രം ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആർക്കും അതൊന്ന് അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ 6 മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ, അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ. അവർ ഇത് അനുഭവിക്കുന്നത് 6 മാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലോ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം, ആ സ്ത്രീ ഏറ്റെടുക്കണം. അല്ലാതെ പുരുഷന്മാരെ എല്ലാ കുറ്റം പറയേണ്ടത്. അവരിതെങ്ങനെ അപ്പം തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക. രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ? ഇപ്പോൾ 1 കൊല്ലത്തോളം കൂടെ പോയ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല? ഇപ്പോൾ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ് ഒരു ലേഡി പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവർ ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു. ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്താൽ ഈ കുറ്റം ചെയ്യുമോ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അവരങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും? മനസാന്തരം വരുമോ? ഇല്ല. സ്ത്രീകളാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ആ സ്പോട്ടിൽ കൊടുക്കണം. ഞാൻ 20 വർഷം ഒരു കേസ് നടത്തി ജയിച്ച ആളാണ് ഞാൻ. 20 വർഷം. ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ 20 വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എത്ര സഹിച്ചിട്ടുണ്ട്, എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 20 വർഷത്തോളം കൊണ്ടുപോകാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഞാൻ എന്നും പറയും, എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്,
എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിൽ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ, ജീവിതാവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ റീച്ച് എത്തിക്കുന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും, ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് എത്തിക്കുന്നത്. അത് നിങ്ങളുടെ എന്താ പറയുക, കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത്. അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്ക് വേറെ പണിയില്ലേ, മാധ്യമങ്ങൾക്ക് ഇതാണ്. മാധ്യമങ്ങളുടെ പണി ചെയ്യാൻ വേണം, ജനങ്ങൾ അറിയണതെല്ലാം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല, തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ്, പത്രക്കാരായാലും ആരാണെങ്കിലും, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം. ഒരിക്കലും മറച്ചു വെക്കരുത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായാലും ഒരുപോലെ ശിക്ഷ കൊടുക്കണം. പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി വയ്ക്കുക, സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക, അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു, ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞ് വലിയ വൈറലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും, പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച്, നമ്മുടെ ഭർത്താവാണ് നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. പുറത്ത് പോയി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വസ്ത്രധാരത്തെക്കുറിച്ച് കുറേ പേരിനോട് ചോദിച്ചു. സ്ത്രീകൾ, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇഷ്ടമല്ലാത്തവർ പലതും പറയും. നമ്മളെല്ലാത്തിനും പുറകെ നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താ? നല്ലത് പകർത്തിയാൽ പോരെ, എന്തിനീ ചീത്ത മാത്രം പകർത്തുന്നത്? സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്നതല്ല അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു കാര്യം ചെയ്യാം നമുക്ക്. വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. എന്താ ചെയ്യാത്തത്? എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? അതിനാർക്കും ഒന്നും പറയാനില്ലേ? അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത്. ഒരു കേരള സാരി ഉടുപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി ഉടുപ്പിച്ചിട്ട് ഇറങ്ങണമെന്നേ, എന്താ പറ്റാത്തത്? അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനമല്ലേ? താങ്കളും തിരുവനന്തപുരത്തുകാരനാണ്. നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടില്ലേ? അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ? ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? നിങ്ങളെല്ലാവരും പോയി കാണുന്നില്ലേ? അതൊരു സ്ത്രീയല്ലേ? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല കാര്യം. ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ, അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന, എന്തായാലും ഇതിനെ ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും. ഇനി ആരിനി എന്ത് ചെയ്താലും വേണ്ടില്ല, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനി രാവിലെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വരും കേട്ടോ, ഞാൻ വരാതിരിക്കില്ല. കാരണം എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പുരുഷന്മാരെ ഒരിക്കലും കുറ്റം പറയില്ല. അതുകൊണ്ട് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. പ്രിയങ്ക മാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വൈവിധ്യമുള്ളവരുണ്ട്. അവരെല്ലാം ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. ലെജിറ്റിമേറ്റ് ഡിമാൻഡാണ്. ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമൻറ്റ്, രാഹുൽ പറയുന്ന 99% കാര്യങ്ങളോടും വിയോജിപ്പാണ്, ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ളതാണ്. ആ 1% ജനാധിപത്യം നിലനിൽക്കുന്നത്. അതായത് ഞാൻ പറയുന്ന ബാക്കി സാമൂഹികമോ സാമുദായികമോ ബാക്കി കാര്യങ്ങളോ നിലപാടുകളോ ഒക്കെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട്. അതിനെ എല്ലാം ബഹുമാനിക്കുന്നു. പക്ഷേ അവരെല്ലാം ഈ ഒരു പോയിന്റിൽ അംഗീകരിക്കുന്നുണ്ട്, പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ, നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയായിരുന്നു, പബ്ലിക്കലി ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അനുഭവിക്കാത്ത ഒരു സ്ത്രീയെങ്കിലും നമുക്കെല്ലാം അറിയായിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ട്. ഇന്ന് അതേപോലെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു വ്യാജ കേസിൽപ്പെട്ട പുരുഷനെയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാര്യം അത്രമാത്രം വ്യാപകമായിരുന്നു. നമ്മുടെ തന്നെ സുഹൃത്ത് വലയത്തിലോ ബന്ധുവലയത്തിലോ ഒക്കെ നോക്കിയാൽ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ നിയമങ്ങളിൽപ്പെട്ട് വ്യാജ പരാതികൾ അനുഭവിക്കാത്ത ഒരു പുരുഷനെ
നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ അനുഭവിച്ച ഒരു പുരുഷനെങ്കിലും നിങ്ങൾക്ക് അറിയാതിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ നാളെ അതിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം. അപ്പം പോലീസുകാർ തന്ന നോട്ടീസ് എന്താ അറിയോ? വിദ്വേഷ പ്രസംഗവും, ഇത് വിദ്വേഷത്തിൻ്റെ ആക്റ്റാണ്. ഞങ്ങൾ പറഞ്ഞു പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിൻ്റെ ആക്ട് ആകുന്നത്? അപ്പോൾ ഇന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു. നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ്, ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ. ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമൊന്നുമല്ലോ. അതുകൊണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇപ്രാവശ്യം ഞാനും ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ 100% രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? പോസിറ്റീവ് അല്ലേ? ഇപ്പം പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല. കാര്യം പുരുഷവീടിന് ആ കാലത്ത് ഇല്ലായിരുന്നു. ആ കാലത്ത് പുരുഷവീട് ഇല്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഈ കാലത്തില്ലേ? ഈ കാലത്തുണ്ടതിൻ്റെ തെളിവല്ലേ നിവിൻ പോളി? ഇത് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ വേറെ എവിടെയും പോകണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക മാഡം വളരെ മനോഹരമായി പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും, വേറൊരു പ്രമുഖ അഭിനേത്രി. ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു. പീരീഡിന്റെ ദിവസം എൻ്റെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാർ പറയും. സാധാരണക്കാരെങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല. ഐജിയും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ ഈ നാടിൻ്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ ഒരു വിമർശനമായി ചോദിച്ചോട്ടെ. ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു, അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളിയെ വിമർശിച്ചുണ്ടോ? ഞങ്ങൾ വിമർശിച്ചു വേറെ. അതായത് ഒരാൾ മരിക്കുകയാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം, എന്തിനാ പേര് പറഞ്ഞു? കമാൽ പാഷ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ 11 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോർണറിലെത്തിയപ്പം ചെയ്തു പോയതാണ്. അവസാനം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ, രാഹുൽ ഈശ്വറോ ആരെങ്കിലും ഇവിടെ വന്നിരുന്ന് അന്തസ്സോടെ അവസാനം ഷാരൺ ഗ്രീഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ? തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. തെറ്റാണെന്ന് പറഞ്ഞൂടെ? തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ? നമ്മുടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാന്ന് പറയാത്തെ? എന്താ നമ്മുടെ യുവജന കമ്മീഷൻ? ഷാരോണ് യുവജനമാണല്ലോ, 21 വയസ്സല്ലേ ഉള്ളൂ, യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ. കമാൽ പാഷ സാറ് ജഡ്ജിയാണ്. അദ്ദേഹം അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തത്, അല്ലെങ്കിൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്. വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടോ. ഒരാൾ, 2 പേര് വേണ്ട, ഒരാൾ പറയുന്നത് കേട്ടോ. അതെന്താ? അപ്പോൾ അവിടെയാണ് ഈ ഇരട്ടത്താപ്പുണ്ട്. അത് ലോപ്പ് സൈഡഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ഗ്രൗണ്ട്, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഈ ബാലൻസിങ് ഗ്രൗണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞ എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു. കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല. പക്ഷേ ജനുവരി 11-നാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ആവശ്യം ബോധ്യമായത്. മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മകൻ്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിൻ്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി. വനിതാ കമ്മീഷൻ പറയുന്നു, യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം, DGPക്ക് റിപ്പോർട്ട് കൊടുക്കും. വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസുണ്ടാണ്, അറസ്റ്റ് ചെയ്യണം. ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത്, ഞാൻ എവിടെ പോവും? മോൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഹൈക്കോടതി വിളിച്ചു. ദൈവം സഹായിച്ച ഹൈക്കോടതി വൈകിട്ട് 5 മണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത്. കാര്യം എൻ്റെ മകൻ്റെ ഫ്രണ്ട് വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്. കാര്യം എങ്ങനെ വാർത്ത വരുമെന്ന് അറിയാമോ? ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും. എൻ്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങൾ വൈകിട്ട് ചർച്ച ചെയ്യും, രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തി എന്ന്. ഒരു മടിയില്ലാതെ ചർച്ച ചെയ്യും. അപ്പോൾ അവസാനം വെർബൽ റേപ്പിസ്റ്റ് ആകും. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ്. യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ് ടു. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ്. നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗൽ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു? ഹണി റോസിന്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടി എന്ന് ഒരാളെങ്കിലും വാർത്ത കൊടുത്തു? അതെന്തുകൊണ്ടാണ്? അത്രമാത്രം ലോപ്പ് സൈഡഡാണ്. അതായത് കഴിഞ്ഞ ആഴ്ച എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്കെതിരെ എന്തായാലും FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റ് തരുന്നില്ല. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു, രാഹുൽ ഈശ്വറിന് തിരിച്ചടി, അറസ്റ്റ് തടഞ്ഞില്ല എന്നൊക്കെ. കോടതി പറഞ്ഞത്
FIR ഇട്ടിട്ടില്ല, അതുകൊണ്ട് നോട്ട് അറസ്റ്റ് തരുന്നില്ലെന്നാണ് രാഹുൽ ഈശ്വരൻ തിരിച്ചത്. നേരെ തിരിച്ച് ഹണി റോസിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നല്ലേ പോലീസ് കണ്ടെത്തിയത്? ഹണി റോസിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഹണി റോസിന്റെ പരാതി തെറ്റാണെന്ന് കൊടുക്കണ്ട. ഹണി റോസിന്റെ പരാതി പോലീസ് തെളിയുന്നോ, ഹണി റോസിന് തിരിച്ചടിയുന്നോ ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തോ? പുരുഷനെ വേട്ടയാടാനാകരുത്, സ്ത്രീകൾക്കൊരു പരിച തന്നെ വേണം, സംശയമൊന്നുമില്ല. നൂറ്റാണ്ടുകളുടെ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് പറയുന്നില്ല. സ്ത്രീകൾക്ക് പരിച കൊടുക്കണം, വാളുകളാകരുത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നല്ലതാണ്. എന്നാൽ പുരുഷനെ വേട്ടയാടരുത്. കാര്യം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നാളെ ഈ വാള് തിരിച്ചു കടിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ചുറ്റും ഇറങ്ങിയാൽ നാട്ടുകാർ ഇത് കേൾക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് എല്ലാം പറയും, പുരുഷ കമ്മീഷൻ വല്ലതും വന്നാൽ നിങ്ങൾക്ക് പോയി പറഞ്ഞ ഗുണമുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ചു നേരം ഇരുന്ന് കേട്ടു കൊടുക്കാന്നല്ല, എന്താ കാര്യം? അതെ, ആണ് ഞാൻ പറഞ്ഞ. അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ, പുരുഷന്മാർ 2, 3, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, ശംഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ സെൻസ് പറഞ്ഞൊരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കണം. എന്ത് വർത്താനേ പറയുക? ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ? ഗാന്ധിജി എന്നാ ഒരു കാര്യം ചെയ്യുക, ആ പ്രതിമയുടെ അപ്പുറത്ത് പുരുഷന്മാരൊരു പ്രതിമ കൂടെ അങ്ങനെ വരച്ചിട്ട് കാണാൻ രസം ഉണ്ടാവുമല്ലോ. അതെന്താ ചെയ്യാത്ത? അങ്ങനെ ചെയ്യൂ. ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെ കിടത്ത്. എന്തിനാ ഗാന്ധിജി പിടിക്കുന്നത്? എന്തിനാ? ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ് ഇട്ട്, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ്? അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തുണിയില്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പുതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ. ഞാൻ അലങ്കാരായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊരു ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ. നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത്. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? ആണുങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല, ഒരാളുമില്ല. ഞാൻ പറയുന്നു, ആരുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പറയുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ഒരു സംഭവം വരട്ടെ, നീറും കിടന്നിട്ട്. കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ, എത്ര നാൾ വളർത്തിണ്ടാക്കിയത് നിങ്ങളെയൊക്കെ. ഭാര്യ, ഒരു വളർന്നു വരുന്നൊരു പെൺകുട്ടി, അവരൊക്കെ നിങ്ങളുടെ മുഖവും കാണിച്ച് ഇങ്ങനെ മുഖം കാണിക്കണ എന്തിന്? എന്നാൽ 2 പേരെയും കാണിക്കുക. ഒരു കൊല്ലം ഒരുപാട് സ്ഥലങ്ങളിലും മലേഷ്യയും സിംഗപ്പൂരും എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക, സ്ത്രീ അങ്ങ് മാറ്റി നിർത്തുക. ചെയ്യരുത്. സ്ത്രീയുടെ മുഖം വലിച്ചു കീറി കാണിക്കണം, അതാ വേണ്ടത്. അപ്പം അല്ലെങ്കിൽ 2 പേരെയും കാണിക്കരുത്. കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത്. ആണുങ്ങളെ എന്തിനു കാണിക്കണു? ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കേസ് തന്നെ ഒരു നിമിഷം മതി, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തന്നെയാണ് ഒരു വേദി. അത് നിങ്ങളൊരിക്കലും നിങ്ങളെല്ലാവരുടെയും ശക്തമായ പിന്തുണ തന്നെ വേണം. ഗാന്ധിജിയുടെ ഇത് പാലഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ കള്ളലെല്ലാം ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ? പിന്നെ എന്തിനാണ് അതിനെ ധിക്കരിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന, അപ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പാലാണ് കൊണ്ടുപോയി വയ്ക്കുന്നത്. അത് ഒഴിച്ചെന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സെൻസ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പുരുഷന്മാർ ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് അറിയിക്കാൻ വേണ്ടിയും അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ പുരുഷ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായി ഉള്ളത് എന്നതാണ് മെൻസ് അസോസിയേഷനും രാഹുൽ ഈശ്വറും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിൻ ഇവർ നടത്താൻ പോവുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.